ായിരുന്നു. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. ആന മണ്ണുണ്ടി കോളനി ഭാഗത്തു നിന്ന് ഇരുമ്പുപാലം ഭാഗത്തേക്ക് നീങ്ങി. ദൗത്യം ആനയ്ക്കരികിലെത്തി. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സർക്കാർ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ കർഷക സംഘടനകളുടെ മനസാക്ഷി ഹർത്താൽ തുടരുകയാണ്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, ആനയെ കണ്ടെത്താനും മയക്കുവെടി വെക്കാനുമുള്ള ശ്രമങ്ങൾ മൂന്നാം ദിനം എങ്ങനെയാണ്? ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഷിബുലേക്ക് എത്താം. വേഗം തന്നെ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ആനയ്ക്ക് പിന്നാലെയുണ്ട് ദൗത്യ സംഘം. ആന മണ്ണുണ്ടി കോളനി ഭാഗത്തു നിന്ന് ഇരുമ്പുപാലം ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ദൗത്യം ആനയ്ക്ക് അരികിൽ എത്തിയെന്ന് സൂചനകളുണ്ട്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സർക്കാർ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ കർഷക സംഘടനകളുടെ മനസാക്ഷി ഹർത്താലും തുടരുകയാണ്. ഷിബു, ദൗത്യസംഘം ആനക്കരികിലേക്ക് എത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? മയക്കുവെടി എപ്പോൾ വെക്കും എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഈ മനസാക്ഷി ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ദൗത്യസംഘം ആനയ്ക്കരികിൽ തന്നെയാണുള്ളത്. അതായത് റേഡിയോ കോളറിൽ നിന്ന് കൃത്യമായി സിഗ്നൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഏറ്റവും ഒടുവിൽ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതനുസരിച്ചാണ് ഇരുമ്പുപാലത്താണ് ആനയുള്ളതെന്ന് കണ്ടെത്തിയത്. അതുകൂടാതെ തന്നെ ഇന്നലെ രാത്രിയിൽ ഒരു 85 അംഗ സംഘം 85 പേർ 13 സംഘങ്ങളായി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇവിടെ തിരച്ചിൽ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അതായത് ആന പുറത്തേക്ക് ഈ പ്രദേശം വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന ഒരു നിരീക്ഷണമാണ് അവർ കൂടുതലായി നടത്തിയത്. അപ്പോൾ ആ പ്രദേശത്ത് തന്നെയാണ് ആന ഉള്ളതെന്ന് മനസ്സിലാക്കി. തുടർന്ന് റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നലും ഇതുതന്നെയാണ്. അതുകൊണ്ട് ആന ഈ പ്രദേശത്തുള്ളതിനാൽ അവിടെ വലയം ചെയ്തുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 അംഗ സംഘമാണ് പല ഭാഗങ്ങളിലായി പട്രോളിങ്ങിലും അതുപോലെ തന്നെ തിരച്ചിലിലും ഈ ദൗത്യത്തിലും പങ്കാളികൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നോർത്ത് കേരള CCF KS ദീപ നേതൃത്വം വഹിക്കുന്നു. സൗത്ത് വയനാട് DFO ഷജ്ന കരീമുണ്ട്. അതുപോലെ തന്നെ നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലുണ്ട്. വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം, അതായത് വയനാട്ടിൽ നിന്ന് മാത്രമുള്ളതല്ല, വയനാട്ടിന് പുറത്തു നിന്നുള്ള വൈദഗ്ധ്യമുള്ള സംഘം കൂടി ഈ കൂടെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഹർത്താൽ ഇന്ന് പ്രതിഷേധ സൂചകമായി നടത്തുന്ന ഹർത്താൽ ഒരു മാതൃകാപരമായ ഒരു ഹർത്താലായി മാറിയിരിക്കുകയാണ്. കാരണം നിർബന്ധിച്ച് ഒരു കടകളും എവിടെയും അടപ്പിച്ചിട്ടില്ല, വാഹനങ്ങൾ എവിടെയും തടഞ്ഞിട്ടില്ല. അതേസമയം ഇന്ന് പുതിയ സംഘടനകൾ കൂടി ഹർത്താലിന് അനുകൂലമായി പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മനസാക്ഷിയുള്ളവരെല്ലാം ഹർത്താലിൽ പങ്കുചേരണം, ഹർത്താലിനെ അനുകൂലിക്കണം, പിന്തുണയ്ക്കണം എന്നാണ് ഈ ആഹ്വാനം ചെയ്തവർ ആവശ്യപ്പെട്ടത്. ഫാർമേഴ്സ് റിലീഫ് ഫോറവും മറ്റ് കർഷക സംഘടനകളും കർഷക കോൺഗ്രസും നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള നിരവധി സംഘടനകളാണ് ഇന്ന് ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിബു, ആന ഇരുമ്പുപാലത്തെത്തിയെന്നാണ് വിവരം. സാഹചര്യങ്ങൾ അനുകൂലമാണോ? ഈ രാവിലെ തന്നെ മയക്കുവെടി വെക്കാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? അതായത് ചൂട് കൂടുന്നതിനാൽ രാവിലെ മയക്കുവെടി വെക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സൗകര്യമാണ് അവർ പ്രത്യേകിച്ചും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൗത്യസംഘം അരികിൽ തന്നെയാണുള്ളത്. ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനയെ കണ്ടിരുന്ന മണ്ണുണ്ടി പ്രദേശവുമായി അടുത്ത സ്ഥലം തന്നെയാണ്. കാട്ടിക്കുളം തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ കാട്ടിക്കുളത്തിനടുത്ത സ്ഥലമാണിത്. ഇരുമ്പുപാലം, ചേലൂർ, മണ്ണുണ്ടി ഈ പ്രദേശങ്ങൾ ബാവലി വരെയുള്ള ആ റൂട്ടിലാണ് ഏകദേശം ആന സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിവേഗത്തിൽ ചില മണിക്കൂറുകളിൽ 1 കിലോമീറ്റർ വരെയൊക്കെ സഞ്ചരിച്ചിരുന്ന ആന ഒരു പ്രദേശം ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. രണ്ടാമത്തെ ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം അടിക്കാടുകൾ വളർന്ന, അതായത് ആനയ്ക്ക് ഒപ്പം തന്നെ ഉയരമുള്ള അടിക്കാടുകൾ വളർന്ന ഒരു പ്രദേശമാണ് ഇത്. അതുകൊണ്ട് അടിക്കാടുകളിൽ നിന്ന് ആ അടിക്കാടുകൾ മൂടിയ പ്രദേശത്ത് നിന്ന് ആന മാറിയാൽ മാത്രമാണ് മയക്കുവെടി വെക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാവുക. മയക്കുവെടി വെച്ചാൽ ഉടൻ ആനയെ ശരീരം തണുപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ആനയെ കൊണ്ടുപോകാനുള്ള വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. ആനയെ കൊണ്ടുപോയാൽ പാർപ്പിക്കാനുള്ള റെസ്ക്യൂ സെന്റർ മുത്തങ്ങയിൽ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും എല്ലാം കൃത്യമാണ്. ശാസ്ത്രീയമായ രീതിയിലാണ് ആനയെ നിരീക്ഷിക്കുന്നതും മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നത്. തണ്ണീർക്കൊമ്പന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുള്ള, എല്ലാ പിഴവുകളും പരിഹരിച്ചുള്ള ഒരു നീക്കമാണ് ശാസ്ത്രീയ തരത്തിൽ. അതിന് സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ്, അതുപോലെ തന്നെ ഭൂപ്രദേശത്തിന്റെ മാപ്പ്, ഈ സംവിധാനങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉപയോഗിച്ചാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഷിബു വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.